السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സുണ്ടിക്കൊപ്പയിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി ഒരു പ്രോഗ്രാം, വുമൻസ് കോൺഫറൻസ് എന്ന പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. മഗ്‌രിബിന് മുമ്പുള്ള സെഷനിൽ ഏതാനും ചില കാര്യങ്ങൾ ഉണർത്താനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതോടുകൂടി ഇവിടെ പറയപ്പെട്ട മുനീർ നജാത്തിയും യാസർ മദനിയും ഹാരിസ് മദനിയുമൊക്കെയുള്ള സംസാരങ്ങളുണ്ടാകും ഇൻഷാ അല്ലാഹ്. നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഇവിടെ ഇരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ആ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് ഒരുക്കി വെച്ച അനുഭൂതികൾ, നിഅ്മാത്തുകൾ, ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവിടുന്ന് പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മഗ്ഫിറത്തിനു വേണ്ടി. അതേപോലെ തന്നെ വജന്ന, റബ്ബിൻ്റെ സ്വർഗം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ധൃതിപ്പെടുക നന്മകളിലായി. അർദുഹസ് സമാവാതു വൽ അർദ്, ആ സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ആകാശഭൂമിയോളം വിശാലമാണ് സ്വർഗമെന്നുള്ളത്. നിങ്ങൾ നോക്ക്, ഈ ഭൂമി എത്ര കണ്ട് വിശാലമാണ്. നാം നമ്മുടെ ജില്ലയായ കുടകിൽ തന്നെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചിട്ടുള്ളത്. ആ കുടക് ജില്ല കഴിഞ്ഞ് കർണാടകയും ഇന്ത്യയും ഏഷ്യയും ഭൂമി മൊത്തം കരയായിട്ടുള്ളത് 25% മാത്രം. ബാക്കി 75% വെള്ളമാണ്. അത്രയും പ്രവിശാലമായ ഭൂമി. എന്നിട്ട് അള്ളാഹു പറയുന്നു, അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും അതിനേക്കാളും വിസ്തീർണമാണ് യഥാർത്ഥത്തിൽ സ്വർഗമെന്നുള്ളത്. ആകാശത്തിൻ്റെ കീഴിലാണല്ലോ സൂര്യനുള്ളത്. സൂര്യനെക്കുറിച്ച് സയൻസ് നമ്മെ പഠിപ്പിക്കുന്നത് ഭൂമി ഏകദേശം 13 ലക്ഷം ഭൂമി ഒരു സൂര്യനിൽ ഉൾക്കൊള്ളുമെന്നാണ്. സൂര്യൻ്റെ വിസ്തീർണമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറെ ലക്ഷക്കണക്കിന് സൂര്യനെ ഉൾക്കൊള്ളുന്ന വലിയ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് സയൻസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാം ആകാശത്തിൻ്റെ വിശാലത എത്രയുണ്ട്, ഭൂമിയുടെ വിശാലത എത്ര കണ്ടുണ്ട്, അത്രത്തോളം വിശാലമാണ് സ്വർഗമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിനു വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാകണം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം ആർക്കാണ് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത്? മുത്തഖീങ്ങൾക്കാണ് എന്നാണ്
വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസ്ലിമിനോടും ഓരോ മുസ്ലിമത്തിനോടും പറയുന്നത്, ഫിൽ ജന്നതി മിഅതു ദറജ, സ്വർഗത്തിൽ 100 തട്ടുകളുണ്ട്, 100 ദറജകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന അസ്സമാഇ വൽ അർള്, ഓരോ ദറജകൾക്കിടയിലും അതിൻ്റെ പ്രവിശാലത ആകാശഭൂമിയോളം വിസ്തീർണമാണ് എന്ന്, ഓരോ ദറജകളും അങ്ങനെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഫിൽ ജന്നതി മിഅതു ദറജ, സ്വർഗത്തിൽ 100 തട്ടുകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി മിഅതു ആമിൻ, ഒരാൾ 100 വർഷം വേഗത്തിൽ യാത്ര ചെയ്താൽ എത്ര ദൂരമാണോ എത്തുക, അത്രത്തോളം വിശാലമാണ് ഓരോ ദറജകൾക്കിടയിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ സ്വർഗത്തെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എങ്കിൽ, ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹുവിനോട് ചോദിക്കുക. കാരണം ഫഇന്നഹു ഔസതുൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും മധ്യഭാഗം അത് ജന്നത്തുൽ ഫിർദൗസാണ്. വഅലൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അത് ജന്നത്തുൽ ഫിർദൗസാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഇന്നി അസ്അലുകൽ ജന്നത്തുൽ ഫിർദൗസ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ ചുമരുകളെക്കുറിച്ച് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ചില സ്വഹാബാക്കളുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ച് വിശദീകരിച്ചു. ആ സമയത്ത് സ്വഹാബാക്കൾ പറയുകയാണ്, ഖുൽനാ യാ റസൂലല്ലാഹ് അൽ ജന്നതു മാ ബിനാഉഹാ, സ്വർഗത്തെ എങ്ങനെയാണ് അല്ലാഹു നിർമ്മിച്ചിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലബിനതും മിൻ ഫിദ്ദ വലബിനതും മിൻ ദഹബിൻ, സ്വർഗത്തിലെ ഒരു ഇഷ്ടിക അത് സ്വർണ്ണമാണെങ്കിൽ തൊട്ടടുത്ത ഇഷ്ടിക അത് വെള്ളി കൊണ്ടാണ് എന്ന്. വമിലാതുഹാ അൽ മിസ്ക്, ആ സ്വർഗത്തിൻ്റെ ചേരു അഥവാ കുഴ നാം ഓരോ ഇഷ്ടികകൾക്കിടയിൽ വെക്കുന്ന സിമന്റിനെ പോലെ സ്വർഗത്തിലുള്ളത് അൽ മിസ്കാണ് എന്നും, അൽ അദ്ഫറു വഹസ്ബുഹാ വഅസ്ബാഉഹാ ലുഅ്ലുഉ വൽ യാഖൂത്ത്, അതിലെ ഇടയിലെ ചേരുവ മുത്തും പവിഴവും ആയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, സ്വർഗത്തിലെ വാതിലുകൾ നാം കേട്ടിട്ടുണ്ട്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ബാബുൽ സ്വലാത്ത്, ബാബുൽ ജിഹാദ്, ബാബുൽ റയ്യാൻ, ബാബുൽ സദഖ, ബാബുൽ മുതവക്കിലീൻ, ബാബു ബിർറുൽ വാലിദൈൻ, ബാബു ദിക്ർ, ബാബു തായിബീൻ എന്ന 8ഓളം കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്. ആ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഏതാണത്? ഒരാൾ കൃത്യമായി വുദൂ ചെയ്യുന്നു, അല്ലേ? നാം ഓരോരുത്തരും ഓരോ നമസ്കാരത്തിനു വേണ്ടി വുദൂ ചെയ്യുന്ന ആളുകളാണ്. ആ വുദൂ ചെയ്യുന്ന സമയത്ത് കൃത്യമായി വുദൂ എടുത്ത് വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. ഈ പ്രാർത്ഥന അറിയാത്ത ആരും ഈ സദസ്സിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ പ്രാർത്ഥന ഒരാൾ ചൊല്ലുന്നു, കൃത്യമായി വുദൂ ചെയ്ത് ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട 8 കവാടങ്ങളിൽ ഏതിലൂടെയെങ്കിലും നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസിനികളെ, നിങ്ങൾ വുദൂ ചെയ്യുമ്പോൾ അതല്ലാത്ത സമയത്ത് സ്വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കുക, സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സന്ദർഭങ്ങളിലായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ഭാഗ്യമെന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ച് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള അനുഗ്രഹം സ്വർഗത്തിൽ അല്ലാഹു നൽകും. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, കുന്നാ ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും സ്വഹാബാക്കൾ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇത് നദറ ഇലൽ ഖമരി ലൈലത്തിൽ ബദർ, പൂർണ്ണചന്ദ്രനായ ചന്ദ്രനെ, ബദറിനെ സ്വഹാബാക്കൾ കാണുകയാണ്. ഫഖാൽ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അമാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ, നിങ്ങൾ ഈ കാണുന്ന പൂർണ്ണചന്ദ്രനെ പോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലാ തുദാമ്മൂന ഫി റുഅ്യതിഹി, നിങ്ങളുടെ കാഴ്ചക്ക് ഒരു പ്രയാസവുമില്ലാത്ത രീതിയിൽ അള്ളാഹുവിനെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും സഹാബാക്കളെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണല്ലോ വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിങ്കലേക്ക് അവർ നോക്കുന്ന ആ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന അവസാന വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അല്ലേ, സ്വർഗത്തിൽ ആദ്യം കടക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അവസാന സമയത്ത് കടക്കുന്ന ആളുകളുടെ അനുഗ്രഹം നാം ഒന്ന് കേട്ടുകഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതർദാ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലകിൻ മിൻ മുലൂക്കി ദുനിയ, ഈ ദുനിയാവിലെ ഒരു രാജാവിന് എത്ര കണ്ട് പ്രവിശാലമായ രാജ്യമുണ്ടോ അത്രത്തോളം നിനക്ക് സ്വർഗത്തിൽ ലഭിച്ചാൽ നീ എന്താണ്, നിനക്ക് തൃപ്തിപ്പെടുമോ എന്ന് അള്ളാഹു സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ്. ആ മനുഷ്യൻ തൃപ്തിപ്പെടുകയാണ്. തുടർന്ന് പറഞ്ഞു, ലകദാലിക് വമിസ്ലഹു 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 എന്ന് 4 പ്രാവശ്യം അള്ളാഹു ആവർത്തിക്കുകയാണ്. നിനക്കത് മാത്രമല്ല, അതുപോലെയുള്ളതുണ്ട്, അതുപോലെയുള്ളത് സ്വർഗത്തിലുണ്ട്, അതുപോലെയുള്ളതുണ്ട്, അതുപോലെയുള്ളത് ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയും. വീണ്ടും പറയും, ഹാദാ ലക വഅശ്റതു അംസാലിഹാ, നിനക്കിത് മാത്രമല്ല 10 ഇരട്ടി ഇതിലേറെ നിനക്ക് ഉണ്ട്. വലക മസ്തഹത് നഫ്സക്, നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതെന്തോ അതൊക്കെ നിനക്ക് സ്വർഗത്തുണ്ട്. വലദ്ദതു ഐനുക്, നിന്റെ കണ്ണിന് കുളിർമയേകുന്ന എല്ലാ കാഴ്ചകളും നിനക്ക് സ്വർഗത്തിലുണ്ട് എന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസാനത്തെ വ്യക്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന്. നിങ്ങൾ നോക്ക്, ആദ്യ സമയങ്ങളിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്താണ് നൽകാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം, ഒരു കാതും കേൾക്കാത്തതാണ് സ്വർഗം, ഒരു മനുഷ്യ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തതാണ് സ്വർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ആ സ്വർഗത്തിനു വേണ്ടി ഇവിടെ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, ഇൽമ പഠിക്കാൻ, ഇൽമിനെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് ഈ വൈകുന്നേരങ്ങളിൽ അല്പസമയം ശ്രദ്ധിക്കാൻ. അതുകൊണ്ട് പ്രത്യേക ഒരു സെഷൻ നമ്മുടെ മക്കൾക്കായി മഗ്രിബിന് ശേഷം താഴത്തെ ഫ്ലോറിൽ നാം തയ്യാറാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഈ ഒരു അവസരം നിങ്ങൾ മുതലെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഈ ഒരു ഇടവേളയിലേക്ക് നാം നീങ്ങുകയാണ്. നാം എത്രയും പെട്ടെന്ന് വുദൂ ചെയ്ത് നിങ്ങൾക്ക് ഉള്ള ചായയും അതേപോലെ തന്നെ അതിന് വേണ്ടിയുള്ള സ്നാക്സുമെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കഴിച്ച് ഓരോരുത്തരും പോയി വുദൂ ചെയ്ത്, താഴെയാണ് വുദൂ ചെയ്യാനുള്ള സൗകര്യം നാം ഏർപ്പെടുത്തിയിട്ടുള്ളത്, അവിടെ തന്നെ നമസ്കരിക്കാനുമുണ്ട്. നാം മഗ്രിബും ഇശാഉം ജംആയി നമസ്കരിച്ച് 6:15 കൃത്യം നമ്മുടെ സദസ്സിലേക്ക് തന്നെ നാം തിരിച്ചെത്തുക ഇൻഷാ അള്ളാഹ്. തുടർന്ന് നാം പോസ്റ്ററുകളിലൊക്കെ കണ്ട ഉജ്ജ്വലമായ സംസാരങ്ങൾ, വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്പനേരം നിങ്ങൾക്കുള്ള ചില സംശയങ്ങളുണ്ട് എങ്കിൽ അത് ദൂരീകരിക്കാനുമുള്ള അവസരം ഇവിടെയുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി സഹകരിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.